നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ അറിഞ്ഞുകൊണ്ടാണോ ചീറ്റിംഗ് ചെയ്തതെന്നും അവരുടെ എന്ത് കർമ്മയായിരിക്കും അവർ ചെയ്ത പ്രവൃത്തിക്ക് അവർ നേരിടാൻ പോകുന്ന കർമ്മ എനർജി എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളിലേക്ക് അവർ കണക്റ്റഡ് ആയിട്ട് വരുമോ എന്നതുകൂടി നമുക്ക് കർമ്മയിൽ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു ജനറൽ റീഡിങ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് അവരുടെ ഫേസ് ശരിക്കും മനസ്സിൽ ഓർത്തുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു ചോദ്യത്തിന് ഡിവൈൻ ഇന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻഫർമേഷൻ നൽകിയതിന് തീർച്ചയായിട്ടും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഇമോഷൻസിനെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഹീലിംഗ് പ്രോസസ്സിങ്ങോട് നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആകുന്നതാണ്. നമുക്ക് പറയാനുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് ഹീലിംഗ് പ്രോസസ്സിങ് നടക്കും. അതായത് റൈറ്റ് ഹീലിംഗ് എന്നാണ് അതിന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് പറഞ്ഞാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്നും നെഗറ്റീവ് ആകുന്ന ആ ഒരു തോട്ട്സിനെ അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന ഒരു ഇമോഷൻസിനെ പുറത്ത് കളയുകയും പോസിറ്റീവ് ആകുന്ന എനർജിയെ കണക്റ്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. അത് നിങ്ങൾക്ക് ഏറ്റവും ആക്യുറേറ്റ് ആകുന്ന എനർജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. മറ്റൊരാളുടെ എനർജി നമ്മൾ എടുത്തു നോക്കുന്നതാണ്. ജനറൽ റീഡിങ്സ് ആണ്. അപ്പം അതിൽ പലർക്കും അത് കണക്റ്റഡ് ആവാതെ പോവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അടുത്ത റീഡിങ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുക കേട്ടോ. പിന്നെ ജനറൽ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ എനർജി തന്നെ നിങ്ങൾ കണക്റ്റ് ചെയ്യണം. നിങ്ങളാണ് അതിനകത്ത് 100% കൊടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാനും അടുത്ത എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാനുമൊക്കെ നമുക്ക് ടാറോ റീഡിങ്സ് സപ്പോർട്ടാണ്. സാമ്പത്തിക ബ്ലോക്കേജ്, ഫിനാൻസ് വരാനുള്ള മാർഗ്ഗങ്ങൾ, നിങ്ങൾക്ക് ശത്രുദോഷമുണ്ടെങ്കിൽ അത് ആരിൽ നിന്ന് ഏത് രീതിയിലാണ് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നത്, ഇമോഷണൽ ബാലൻസ്, ബന്ധങ്ങളുടെ ദൃഢത, കരിയർ ബ്ലോക്കേജ്, കരിയർ നെക്സ്റ്റ് എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കരിയർ, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് വേണ്ട ഏത് കാര്യത്തിനും നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ എന്ന് മനസ്സിലാക്കുക. നമ്മളിതെന്നും പറയുന്നത് വീണ്ടും വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് വരുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. കാരണം ഇത് കറക്റ്റായിട്ട് കാണുന്നവർക്ക് ഏകദേശം ടാറോ എന്താണെന്നുള്ള നമ്മുടെ റീഡിങ്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് റീഡിങ്സ് നോക്കാം. നിങ്ങളെ അവർ അറിഞ്ഞുകൊണ്ട് ചീറ്റിംഗ് ചെയ്തതാണോ എന്നും അവർക്കിലേക്ക് വരാൻ പോകുന്ന അവർ നേരിടാൻ പോകുന്ന കർമ്മ എനർജി എന്താണ് എന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. ലൈക്ക് ചെയ്ത് വേണം നിങ്ങൾ റീഡിങ്സ് കണക്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ പ്രസൻസ് നമ്മുടെ റീഡിങ്സുകളിലെല്ലാം നിലനിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ കടന്നു പോകാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഫലം റെസനേറ്റ് ആയിട്ട് തന്നെ വന്നു ചേരുന്നതാണ് കേട്ടോ. ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അതും ഏസ് ഓഫ് സോഴ്സിൻ്റെ ഏസാണ് വന്നിരിക്കുന്നത്. സോഴ്സിൻ്റെ എനർജിയാണ്, ഏസ് ഓഫ് സോഴ്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ശരിക്കും അവർ അറിഞ്ഞു തന്നെയാണ് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തത് കേട്ടോ. അവർക്കറിയാമായിരുന്നു ഈ ഒരു റിലേഷൻ ഈ അവസ്ഥയിലാണ് പോകത്തുള്ളൂ, ഈ ബന്ധത്തിന് ഇത്രത്തോളം വാല്യൂ ഉള്ളൂ, ഈ വ്യക്തിക്ക് ഇത്ര കാലം മാത്രമേ ഈ ഒരു റിലേഷനിൽ കണക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നത് നിങ്ങളുടെ വ്യക്തിക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അറിയാമായിരുന്നു. ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും ചില നേട്ടങ്ങളെ കണക്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ കണക്റ്റഡ് ആയത്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നത്. അവർക്ക് ലഭിക്കേണ്ടതാകുന്ന എല്ലാ കാര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ അതിനനുസരിച്ച് ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് മാറി. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം ഒരു വലിയ ചീറ്റിങ്, ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് എനർജി ഈ ബന്ധത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും കേട്ടോ. കാരണം ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ
നവംബർ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു റിലേഷനാണ് കാണുന്നത്. ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി ഏപ്രിൽ മാസത്തിൽ ഇതുള്ള വ്യക്തി തന്നെ ആയിരിക്കും. ഈഗോയായ ഒരു പേഴ്സണാണ്, അതായത് തന്നിഷ്ടം, സെൽഫിഷായ, അതായത് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ ഒരു പേഴ്സണ് യാതൊരു കാര്യത്തിലും മറ്റൊന്നിനും മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെ സ്വന്തം നേട്ടം, സ്വന്തം സുഖം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തി അനുഭവിക്കുക, അത് കഴിയുമ്പോൾ അത് വിട്ടുകളയുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയുള്ള ആ ഒരു പേഴ്സണാലിറ്റിയിലുള്ള വ്യക്തിയെ തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെ അവർ വശീകരണം, അതായത് ഒരു അട്രാക്റ്റ് ചെയ്ത് എടുത്ത സിറ്റുവേഷൻസ് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പല രീതിയിൽ നിങ്ങളെ അവർ കണക്റ്റ് ചെയ്ത് എടുത്ത ഒരു എനർജി തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ ആ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് മാറിപ്പോയപ്പോഴും നിങ്ങളെ ആ ഒരു വ്യക്തി ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരുന്ന് ശരിക്കും അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു മൈൻഡിനെ ബ്ലൈൻഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റേതൊക്കെയോ രീതിയിൽ നിങ്ങളെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷനിലേക്ക്, ബന്ധത്തിലേക്ക്, അത് ഏത് ബന്ധമായിക്കോട്ടെ, അട്രാക്റ്റ് ചെയ്തെടുത്ത ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ശരിക്കും ഇതിനകത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു എനർജി ആട്ടോ നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഫെമിനിയൻ ആണെങ്കിലും മസ്കുലൻ ആണെങ്കിലും ഒരു മദർ എനർജി കെയറിങ് തന്നെയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണ് നൽകിയതെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഈ വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്ത് നിന്നതെന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു മദർ കെയറിങ് എനർജിയുടെ പ്രസൻസാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിക്ക് നൽകാൻ സാധിച്ചത്. നിങ്ങൾ ഒരുമിച്ച് നിന്ന സമയങ്ങളിൽ നല്ലൊരു ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലുള്ള ഒരു റിലേഷനായിട്ട് തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ബന്ധം പോയത്. നിങ്ങൾ ശരിക്കും ഈ ഒരു പേഴ്സൺ ഒരു സപ്പോർട്ടിംഗ് ആയിരുന്നു. നിങ്ങളുടെ എനർജി പോലും ഈ ഒരു വ്യക്തിക്ക് വളരെയധികം പോസിറ്റിവിറ്റി ആയിരുന്നു. സക്സസ് എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഇട്ടിറങ്ങി പോയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായും സക്സസ് ആയിരുന്നു, വിജയിച്ച് തന്നെയാണ് നിന്നതെന്ന് പറയാൻ സാധിക്കും. 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ആയിരുന്നു. ഒരു ഉറച്ച തീരുമാനമില്ലാതെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു വ്യക്തി നിന്നത്. അതായത് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു ആ ഒരു പേഴ്സൺ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് സമമായി തന്നെ നിങ്ങളുടെ അതേ വാല്യൂ ഉള്ള ഒന്നിലധികം എനർജികൾ, വ്യക്തിബന്ധങ്ങൾ ഈ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ഒന്നിലധികം ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിരുന്ന പേഴ്സൺ ആയിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് മുൻപും നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴും നിങ്ങളെ വിട്ടുപോകുമ്പോഴും എല്ലാം ഈ ഒരു പേഴ്സണിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ, ഒന്നിലധികം സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് സമമായിട്ട്, നിങ്ങൾക്ക് സെയിം ആയിട്ട്, അതായത് ഒന്നിനെ മാറ്റി മറ്റൊന്നിന് മൂല്യം കൊടുക്കുക എന്നുള്ള ഒരു പ്രത്യേകതയില്ലാതെ തുല്യതയോടുകൂടി ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം മനസ്സാക്ഷി കുത്തില്ലാതെ, ഒരു നഷ്ടം ഫീൽ ചെയ്യാതെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് മോശമാണെന്ന് പോലും ചിന്തിക്കാതെ നിങ്ങളിൽ നിന്നും ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പേഴ്സണെ പറയാൻ സാധിക്കും. ഒരു രീതിയിലും നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു വ്യക്തി ഒരു ആക്ഷനും എടുത്തിരുന്നില്ല. എപ്പോഴും ഒരു സ്റ്റക്ക്, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ ബ്ലൈൻഡ് ആക്കി കളയുന്നത്. അതായത് കുറച്ച് ചിലപ്പോൾ ഈ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ ആയിരുന്നു കാണാൻ നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു വ്യക്തി കണക്റ്റ് ചെയ്ത് നിന്നത്. ഇടയ്ക്ക് വരും, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുമ്പം ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകും. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഡിലേ വരുത്തും. അതായത് ഒരു പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമാകുന്ന പോലെ ആ വ്യക്തിയെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻസും ഇല്ലാത്ത വിധം ആക്കിക്കളയും. ശരിക്കും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ പിരിമുറുക്കം അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. മാനസിക പിരിമുറുക്കം ഒരുപാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിലായിരുന്നു, നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഈ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതുപോലെ ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തു പോകാം. ഈ ബന്ധത്തിൽ നിൽക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാം എന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതായത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നും യാതൊരു രീതിയിലും റെസ്പെക്റ്റും ലഭിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. നിങ്ങൾ ആ ഒരു എനർജിയിൽ, ആ ഒരു സാഹചര്യത്തിൽ ഒരു സ്റ്റക്കായിട്ട്, ഒരു ബ്ലൈൻഡ് എനർജിയിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി മുൻകാലങ്ങളിൽ പലരോടും അന്വേഷിച്ച് നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷൻസും അറിഞ്ഞിരുന്നു എന്നും നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് അന്വേഷിക്കുന്നത് ആ ഒരു പേഴ്സണ്
നിങ്ങളോട് കൂടുതൽ അകലാനുള്ള ഒരു കാരണമാക്കിയെടുത്തു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വരാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും ജസ്റ്റ് അന്വേഷിക്കുകയോ ഫോളോ ചെയ്യുകയോ ചെയ്യുന്നത് ഈ ഒരു വ്യക്തിക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തന്നെ പോയതായിട്ടും അതും നിങ്ങളെ ചീറ്റിംഗ് ചെയ്യാൻ, നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരു കാരണമാക്കി ഒരു വ്യക്തി എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പാസ്റ്റിലെ ചില ബന്ധങ്ങൾ, പാസ്റ്റിലെ ചില എക്സ്പീരിയൻസുകൾ ഈ ഒരു വ്യക്തിയെ എപ്പോഴും ഭയപ്പെടുത്തിയിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും ട്രാജഡിയോ ഇൻസിഡൻറ്റോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുമാത്രവുമല്ല, ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു ആഗ്രഹം പാസ്റ്റിൽ കിടപ്പുണ്ടായിരുന്നു. തിരിച്ചു പിടിക്കണം, അനുഭവിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഡ്രീം, ഒരു അംബീഷൻ എനർജി പോലെ അയാൾക്ക് പാസ്റ്റിൽ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. കൂടാതെ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകളും ഉണ്ടായിരുന്നു. എപ്പോഴും മാറി മാറി ഇയാളിലേക്ക് ഒരുപാട് വ്യക്തികളുടെ എനർജി അല്ലെങ്കിൽ ബന്ധങ്ങളുടെ എനർജി കണക്റ്റഡ് ആകുന്നത് കൊണ്ട് നല്ലൊരു തീരുമാനം എടുക്കുക എന്നത് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഡിഫിക്കൽറ്റി ആയിരുന്നു. കാരണം ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം, ഒരു വ്യക്തിയിൽ മാത്രം അല്ലെങ്കിൽ സിറ്റുവേഷൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നത് ഈ ഒരു പേഴ്സണ് വളരെ ബുദ്ധിമുട്ടായിരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിരുന്നു. ഈ വ്യക്തിയുടെ ഒരു മതിമറന്ന്, അതായത് നമ്മളീ പറയും പോലെ മായാവലയത്തിൽ പെട്ടതുപോലെ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത തെറ്റായ ചില കാര്യങ്ങളോട് അമിതമായ അഡിക്ഷൻ്റെ ഫലമായിട്ട് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി ഡൗൺ ആയി പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു ബ്ലൈൻഡ് എനർജിയാണ് എപ്പോഴും ഈ ഒരു വ്യക്തിയിൽ. ഇന്നുമില്ല ക്ലാരിറ്റി, അന്നുമില്ല ക്ലാരിറ്റി. പാസ്റ്റിലേക്ക് പോകുമ്പോഴും ആ വ്യക്തിയുടെ ജീവിതത്തിനൊരു കറക്റ്റ് ക്ലാരിറ്റി ഇല്ല. ഒരു വിജയത്തിൽ, പൂർണ്ണതയിൽ എത്തിച്ചേരാൻ പറ്റാതെ പോയ ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബന്ധത്തെ പറയാൻ സാധിക്കും കേട്ടോ. നിങ്ങളുടെ റിലേഷനിൽ കാർമിക് സിറ്റുവേഷൻസും കണക്റ്റഡ് ആയി നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു വിരക്തി എനർജി പോസിറ്റീവായിട്ട് നമുക്ക് തോന്നിയാലും അതിൻ്റെ ഉള്ളിലൊരു ഡാർക്ക് എനർജി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ എന്തിനെയോ ഭയപ്പെടേണ്ടി വന്ന സിറ്റുവേഷൻസും, അതായത് ഈ വ്യക്തിക്ക് ചെറിയൊരു ഭയവും നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്തുണ്ടായിരുന്നു. അതുപോലെ ഒരു തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ഇത് എന്തായിത്തീരും, ഇതിലേക്ക് കൂടുതൽ ആഴത്തിൽ വന്നാൽ ഇത് പിന്നീട് ഇതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാതെ ട്രാപ്ഡ് എനർജി ആകുമോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങളെ ബേസ് ചെയ്തുണ്ടായിരുന്നു. മറ്റ് ഇമോഷൻസുകളിൽ ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ആഴത്തിലുള്ള ആ ഒരു സ്നേഹം പ്രകടനം അയാളെ ഭയപ്പെടുത്തിയിരുന്നൂടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അത് ഫെമിനിയൻ ആയാലും മസ്കുലൻ ആയാലും നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയുടെ എനർജിയിൽ നിങ്ങളുടെ ബന്ധത്തെ ഭയമായിരുന്നു. ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി ആയിരുന്നു. വളരെയധികം ഇമോഷണൽ അബണ്ടൻസ്, വളരെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കേണ്ട ബന്ധത്തിൽ ഇമോഷണൽ ഈഗോ ഉണ്ടായിരുന്നു. അതായത് ഞാനെന്ന ഭാവം, ഒരു സെൽഫിഷ് എനർജി, അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക, ഒരു മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൽപ്പിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു സിറ്റുവേഷൻസ്, ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു മടി, അതായത് ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ നിലനിന്ന് പോകാൻ അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ളൊരു മടിയൊക്കെ ആ ഒരു വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി എപ്പോഴും മറ്റെന്തോ ഒരു കാര്യത്തിൽ ചിന്തകളിൽ കുടുങ്ങി പോകുന്നുണ്ടായിരുന്നു. കാരണം ഒരു ബന്ധത്തിലേക്ക് ഈ ഒരു നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന സമയത്ത് പെട്ടെന്ന് 100 കൂട്ടം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ 100 കൂട്ടം കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി ആഴത്തിൽ ചിന്തിക്കുമ്പം ഇതിനും പ്രാധാന്യമില്ല, മറ്റുള്ളതിനും പ്രാധാന്യമില്ലാത്ത ഒരു എനർജിയിലൂടെ കടന്നു പോകും. ഒരു സ്ഥിരതയില്ലായിരുന്ന പേഴ്സണാലിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയില്ലാത്ത വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് 100% ഈ ഒരു പേഴ്സൻ്റെ എനർജിയെ കണക്ട് ചെയ്ത് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളെ ബ്ലോക്ക് ചെയ്തോ പൂർണ്ണമായിട്ടും നിങ്ങളെ ഒഴിവാക്കിയോ ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടാവും. അതായത് സോഷ്യൽ മീഡിയകളിൽ ആ വ്യക്തിയെ നിങ്ങൾക്കറിയാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും ആ ഒരു വ്യക്തി ബ്ലോക്കിംഗ് എനർജിയിലായിരിക്കാം. ചിലരുടെ എനർജിയിൽ നോക്കുമ്പം ഒരു പക്ഷേ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ വരുന്നുണ്ടെങ്കിലും ശക്തമാകുന്ന ഫൈറ്റിംഗ്, അതായത് ഒന്നിലധികം കാര്യങ്ങൾ എടുത്തു വെച്ച് നിങ്ങളെ വളരെയധികം മോശമായ രീതിയിൽ അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ കറൻറ്റ്ലി നിൽക്കുന്ന ബന്ധത്തിൽ
അവരാണ് ബൗണ്ടറി തീർക്കുന്നത് കേട്ടോ. ആവശ്യമില്ലാത്ത ബൗണ്ടറി അവർ തീർക്കുന്നുണ്ട്. കാരണം അവർ പ്രൊട്ടക്റ്റഡ് ആകുക എന്ന ലക്ഷ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നിരാശപ്പെടേണ്ടി വരും, നിങ്ങളെ തേടി വരേണ്ടി വരും. അതായത് നിങ്ങളിലേക്ക് ഇവർ പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആകേണ്ട വരും. കാരണം അവർക്ക് ശക്തമാകുന്ന വീഴ്ചകൾ സംഭവിക്കും. അത് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി തന്നെ, അല്ലെങ്കിൽ ഡിവൈൻ്റെ സാന്നിധ്യത്തോടു കൂടി തന്നെ അവർ ചെയ്ത പാപത്തിൻ്റെ ഫലം അവരനുഭവിക്കേണ്ടി വരും. അവർ നിങ്ങളുടെ അരികിൽ നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ നൽകി വരേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. കഴിയുന്നതും കുറേ നാളുകൾക്ക് അവരൊരു ബൗണ്ടറിയൊക്കെ തീർക്കും കേട്ടോ. നിങ്ങൾക്ക് ഇമോഷൻസിനെ എല്ലാം ഹൈഡ് ചെയ്ത് നിങ്ങളുമായിട്ടൊരു ഫോക്കസ്ഡ് ഇല്ലാണ്ട് ബൗണ്ടറി തീർക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരെ കുറ്റബോധം, അവരുടെ ചിന്തകൾ എപ്പോഴും അവരെ വെറുതെ വിടില്ല. അവരെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയും ഈ എനർജിയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പാസ്റ്റിലെ തെറ്റിനെ തിരുത്തി ബാലൻസ് ചെയ്യേണ്ടി വരും. അവർ നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളോടൊപ്പം തന്നെ അവരൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. മൈൻഡ് ലോസ് മാത്രമല്ല, അവരുടെ വിജയം, അവരുടെ സക്സസ്സുകൾക്കെല്ലാം ലോസ് സംഭവിക്കും കേട്ടോ. നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മ അവർ നേരിടുന്നത്, അവർ ഒരു സൂര്യനെ പോലെ ഉദിച്ച് നിൽക്കേണ്ട വ്യക്തികൾ ഒരു ഡാർക്ക് എനർജിയിൽ, ഒരു അസ്തമനം പോലെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ നിൽക്കേണ്ടി വരും. ഒരു നിസ്സഹായതയിൽ, നിങ്ങൾ നിന്ന അതേ നിസ്സഹായതയിൽ അവർ നിൽക്കേണ്ടി വരും. അവിടെ വെച്ച് അവരിൽ മെച്യൂരിറ്റിയോടുകൂടി, അതായത് ബന്ധത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് അവർ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടി വരും. അവർ തെറ്റ് തിരുത്തേണ്ടി വരും. അവർ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർ മെച്യൂരിറ്റി ഉള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസ്, ഒരു പക്വതയാർന്ന ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുക എന്ന ഒരു എനർജിയിലേക്ക് അവർ മാറേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. അവരുടെ തുടക്കങ്ങൾ, അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അവരുടെ കയ്യിൽ അവർ വളരെ കൂടി, വളരെ ആഗ്രഹത്തോടു കൂടി ഒരു ഗ്രോത്തൊക്കെ നേടിയെടുത്ത കാര്യങ്ങൾ, അവരെവിടെയാണോ ഗ്രോത്തായിട്ട് നിൽക്കുന്നത് അവിടെയെല്ലാം അവർക്ക് വീഴ്ച വരും. ഏറ്റവും അവരിൽ കണക്റ്റഡ് ആകുന്നത് ഹയർ സെൽഫ് എനർജിക്കാണ് ഡൗൺ സംഭവിക്കാൻ പോകുന്നത്. അവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ, മറ്റു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ അവർക്കൊരു വീഴ്ച സംഭവിക്കുകയും അത് അവർക്കൊരു പുനർജന്മത്തിന്, അതായത് തെറ്റ് തിരുത്താനും അവർ മാറേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അവരെന്തായിരിക്കണമെന്നൊരു പുനർജന്മം പോലെ അവരെ മാറ്റിയെടുക്കുമെന്നാണ് കാണുന്നത്. അതും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നൊരു ജഡ്ജ്മെൻറ്റാണ് കേട്ടോ. ന്യായമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സൻ്റെ തിരിച്ചു വരവ്, ഇവരുമായിട്ടൊരു കണക്ഷൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈഗോ ഇടിഞ്ഞ് നിങ്ങളിലേക്ക് അവരുടെ ആ ഒരു പ്രസൻസ് വരും. അതായത് അവരൊറ്റയ്ക്കാണെങ്കിലും അവർ മുന്നോട്ട് പോകും. മറ്റുള്ള ഇമോഷൻസിന് അവർ വലിയ വാല്യൂ കൽപ്പിക്കാതെയൊക്കെ നിൽക്കുന്ന ആ സിറ്റുവേഷൻസിൽ നിന്നും അവർ മാറി ചിന്തിക്കേണ്ടി വരും. അതായത് അവരുടെ മുന്നിൽ എത്രത്തോളം ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളെ തന്നെ അവർ ഹോൾഡ് ചെയ്യും, നിങ്ങൾക്ക് തന്നെ പ്രാധാന്യം നൽകുമെന്ന എനർജി കൂടി നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത് സൗഹൃദ വലയങ്ങളൊക്കെ ഓവറായിട്ട് അവർക്കുണ്ട് കേട്ടോ. അമിതമാകുന്ന സൗഹൃദ വലയങ്ങളാണ് അവരെ ചതിക്കാൻ പോകുന്നത്, അവർക്ക് വീഴ്ച സംഭവിക്കാൻ പോകുന്ന ഇടമെന്ന് പറയുന്നത്. പിന്നെ അവരെന്തൊക്കെയോ കാര്യങ്ങൾ ഇമോഷണൽ ബന്ധത്തെ ബേസ് ചെയ്ത് അവരാസൂത്രണം ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ അവർ ആസൂത്രണം ചെയ്തെടുക്കുന്നുണ്ട്. അവർ വിജയിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് സക്സസ് ആവണം, അവർ ക്ലിയർ ആണ് എന്ന് സമൂഹത്തെ അല്ലെങ്കിൽ കാണിച്ചു തരണമെന്നുള്ളൊരു സിറ്റുവേഷൻസിൽ അവർ ചില കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കാർമിക്കാകുന്ന, അതായത് അതിനൊരു ശാശ്വതമാകുന്ന നിലനിൽപ്പില്ലാത്ത സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും അവരെ സംബന്ധിച്ച് അവരൊരു ഉൾവലിയേണ്ടി വരും. അതായത് ഒരു കൂട്ടിലടച്ച പോലെ അവർ നിൽക്കേണ്ടി വരും. കാരണം അവർക്ക് അത്രത്തോളം ശക്തമാകുന്ന തിരിച്ചടി അല്ലെങ്കിൽ ലോസ് സംഭവിക്കുമെന്നാണ് കാണുന്നത്. കരിയർ പാതയിലേക്കൊക്കെ അവർക്ക് വളരെയധികം പ്രോബ്ലംസുകൾ നേരിടും കേട്ടോ. തടസ്സങ്ങളുണ്ടാവും. കരിയർ മേഖലയിലൊന്നും അവർക്ക് ശോഭിക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികളിൽ നോക്കുമ്പോൾ ആ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ വളരെ ശക്തമാകുന്ന തിരിച്ചടി നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ആ തേർഡ് പാർട്ടി പ്രസൻസിൽ നിന്നും മനസ്സിലാക്കി
മനസ്സിലാക്കി, തേർഡ് പാർട്ടി എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്തായിക്കോട്ടെ, അവർ അബണ്ടൻസിന് വേണ്ടിയിട്ട്, സാമ്പത്തിക ഭദ്രതയ്ക്കും ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് പ്രായോഗികമാകണമെങ്കിൽ, അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവണമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ അബണ്ടൻസിന്, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും നിങ്ങളുടെ ലൈഫിനും ഇവർ കാരണം ചില നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലല്ല, വലിയ രീതിയിലുള്ള ഒരു നഷ്ടം അവർ കാരണം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ മൈൻഡ് ലോസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ലോസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫലം അവർ എവിടെയാണോ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് അവിടെ നിന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ശരിക്കും അവർക്ക് തെറ്റ് തിരുത്തലിൻ്റെ ഒരു സമയം ഡിവൈൻ കൊടുക്കും കേട്ടോ. കാലം അവർക്ക് കണക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. കാലം അവർക്കൊരവസരം കൊടുക്കും. ആ അവസരം അവർ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് സ്ട്രെങ്താണ്, ശക്തിയാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ കർമ്മയാണ് അവരുടെ ലൈഫിൽ അവർ അനുഭവിക്കുന്നത്, കർമ്മ എനർജിയാണ്. ഒരു പക്ഷേ അവരെ കൊണ്ട് ചില നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ ചെയ്യിക്കുന്നതും അവരുടെ ലൈഫിൽ ചില കർമ്മ ബേസിലുള്ള കാര്യങ്ങളാണ്. കാരണം അവർക്ക് ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു ഇൻബാലൻസിങ് എനർജിയിൽ നിന്നും ഒരു ബാലൻസ് എനർജിയിലേക്ക് അവർ വരും. അത് പക്ഷേ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി കഴിയുമ്പോഴായിരിക്കും കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിൽ അവരൊരു എഫേർട്ട് എടുക്കാൻ തയ്യാറാകുമ്പോഴാണ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ മാറ്റം വരുന്നത്. ഒരു ഹാപ്പി ഫാമിലി എനർജി നിങ്ങളെ ബേസ് ചെയ്തുണ്ട് എന്ന് കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു ലോങ് ടൈം സക്സസ് ഉണ്ട് കേട്ടോ. അതായത് ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആ ഒരു പ്രൊട്ടക്ഷനും സ്നേഹവും റെസ്പെക്റ്റും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളൊരു യോഗം നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക, ഡിവൈനോട് നന്ദി പറയുക, മുന്നോട്ടേക്ക് പോകുക. മാറ്റങ്ങൾ 100% ഉണ്ടാവും കേട്ടോ.